ആയിട്ട് സ്റ്റേജിൽ കയറുന്നത് എളേറ്റിൽ വട്ടോളി ചെറ്റക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കേൾക്കുമ്പോൾ കുറച്ച് ചിരിയൊക്കെ വരുമെങ്കിലും അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേര് കുറച്ചും കൂടി ഭീകരമാണ്, മൂർഖംകുണ്ട്. അതിൻ്റെ അടുത്തുള്ള ചെറ്റക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വയലൊക്കെ കൊയ്ത് കഴിയുമ്പോൾ ഈ കസ്തൂരി എൻ്റെ കസ്തൂരി അഴകൻ സിംഗ് ആ പാട്ട് കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു സർക്കസ് ടീം വരും 2 മാസത്തേക്ക്. അപ്പം ഇവർ വരുന്ന സമയത്ത് അന്ന് ടി വി ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയാണ്, എല്ലാ സ്ഥലത്തും ഒന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ അവിടെ ഇതേപോലെ കെട്ടിവെച്ചിട്ടുള്ള സ്റ്റേജിൽ റിക്കാർഡ് ഡാൻസ് നമ്മൾ ഇത് ചെയ്യും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയുമെന്നുള്ള അറിയാം. ഞാൻ പഴയ ആളായതുകൊണ്ടല്ല, പക്ഷെ ഞാൻ കുറച്ച് പഴയ ഒരു നാട്ടിലായതുകൊണ്ട് ആണ്. അപ്പോൾ അവിടെ 10 രൂപ കൊടുത്താൽ ഒരു പാട്ട് അവർ പെർഫോം ചെയ്ത് കാണിക്കും. ഇന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷത്തിലൊക്കെ കെട്ടിയിട്ട് ആണ് എൻ്റെ രാജ്യ കൊട്ടാരത്തിന് മതിലുകളില്ല, എൻ്റെ സ്നേഹ പൂന്തോട്ടത്തിന് അതിരുകളില്ല എന്നുള്ളൊരു പാട്ട്. പിന്നെ ഓ പ്രിയ പ്രിയ ഞാൻ പാടുന്നില്ല, ടീച്ചർ എന്നെ ഓടിക്കുന്നതായിരിക്കും ഈ പാട്ടൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞല്ലേ പിഞ്ചു കുഞ്ഞല്ലേ ഈ കുഞ്ഞിക്കണ്ണിൽ ഇരുട്ടല്ലേ എന്നുള്ളൊരു പാട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസിൽ നിന്നും ഒരു കൊച്ചുകുട്ടിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അതിൻ്റെ സർക്കസിൻ്റെ ആളുണ്ട്, ഒരു ശശിയേട്ടൻ. പുള്ളി വിളിച്ചപ്പം എല്ലാ പ്രാവശ്യവും എൻ്റെ ചേച്ചിയാണ് സ്റ്റേജിലേക്ക് പോവാറ്. ആ പ്രാവശ്യം അവൾ പോയില്ല. അപ്പോൾ എൻ്റെ പപ്പ എന്നെ എടുത്തിട്ട് സ്റ്റേജിൻ്റെ മുകളിലേക്ക് വെച്ചു. ഒരു 4-5 വയസ്സ് പ്രായമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാം, കോഴിക്കുഞ്ഞിനെ കൊന്നുകൊണ്ട് നടക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ഭയങ്കര പൊട്ടിത്തെറിയുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പം എൻ്റെ പപ്പ എന്നോട് പറഞ്ഞത്, ഇത് വിശ്വസിക്കാം, മോൾക്ക് കണ്ണില്ല, അവയ്ക്ക് കണ്ണില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അത് വിശ്വസിച്ചിട്ട് അങ്ങനെ ചെയ്യാം. വിശ്വാസം, അതാണ് നമ്മളുടെ അഭിനയത്തിൻ്റെയൊക്കെ. ഞാൻ പിന്നീട് പഠിച്ചപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛൻ അത് അറിഞ്ഞിട്ടാണോ എനിക്ക് പറഞ്ഞു തന്നത് എന്നറിയില്ല. പക്ഷേ ഒരു കാര്യത്തെ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ആ കഥാപാത്രമാണെന്ന് വിശ്വസിക്കുമ്പോൾ, അപ്പോഴാണ് നിങ്ങൾക്കും അത്, പ്രേക്ഷകർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പം ആ ആദ്യ പാഠം എനിക്ക് പഠിപ്പിച്ച് തന്നെ എന്നെ സ്റ്റേജിൽ നിർത്തി. ഞാനത് എങ്ങനെയൊക്കെയോ ചെയ്തു. അപ്പോൾ സർക്കസിലെ ആ ശശിയേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് നല്ല ഭാവി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒരു പാക്കറ്റ് ഇങ്ങനെ കോണായിട്ടുള്ള കടലയും അതുപോലെ തന്നെ ഒരു അമ്പിളിമാമൻ്റെ കഷ്ണത്തിലുള്ള ഒരു വത്തക്ക കഷ്ണവും തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവൾ വലിയ നിലയിൽ എത്തുമെന്ന് പറഞ്ഞു. എവിടെ എത്താൻ, പിന്നെ ഞാൻ എളേറ്റിൽ വട്ടോളിൽ നിന്ന് നരിക്കുനിയിലേക്ക് എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് താമസം മാറി. അവിടെ എത്തിയപ്പം അവിടെ 3 തരം ഡാൻസ് ഉള്ളത്. ടീച്ചർക്ക് അറിയോ ഏതാണെന്ന്? ഏതാ 3 തരം ഡാൻസ്? എന്നാ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. അതൊന്നും ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെയല്ല, ടീച്ചർ ഔട്ടായിട്ടോ. അപ്പോൾ അതില്ല. ഞങ്ങൾക്ക് സിംഗിൾ ഡാൻസ്, കപ്പിൾ ഡാൻസ്, ബ്രേക്ക് ഡാൻസ്, ഇതേ ഉള്ളൂ. അപ്പോൾ ഈ ഡാൻസ് ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം എന്നെ ഡാൻസ് പഠിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ചേച്ചിയെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രധാന ഗുരു എന്ന് പറയുന്നത് അമിഞ്ഞാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള സില്ല എന്ന് പറയുന്ന ഒരു ഇത്തയാണ്. അവർ എന്നെ ആദ്യം പഠിപ്പിച്ച ഡാൻസ് ജുംബ 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 ജുംബ. അവർ ടി വി കാണൂല, ടി വി ഹറാമാണ്. ഇന്നേ വരെ ടി വി കാണാത്ത അവരാണ് മോഹൻലാലും സിൽക്ക് സ്മിതയും കളിക്കുന്ന ഈ ജുംബ ജുംബ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അന്നത്തെ ഇപ്പോഴും ഓർമ്മയുണ്ട്. തമ്പ്രാൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പൊക്കെ കളിച്ചിട്ട് അതാണ് ആദ്യത്തത്. പിന്നെ രണ്ടാമത്തത് മുക്കാല മുക്കാബില എന്ന് പറയുന്ന പ്രഭുദേവയുടെ ഡാൻസ്. ഇതൊക്കെ എങ്ങനെയാണ് സില്ലത്താത്ത എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പ്രഭുദേവയെ ഇപ്പോഴും പുള്ളിക്കാരിക്ക് അറിയോ എന്നുള്ളത് എനിക്കറിഞ്ഞില്ല. ഞാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കണ്ടത്. പിന്നെ നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ള കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഈ ഡാൻസ് കളിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള കുറച്ച് സ്റ്റെപ്സും കൂടെ നമ്മൾ ഇംപ്രവൈസേഷൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്ത് ആ 2 പാട്ടുകൾ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നു. എന്നിട്ട് നരിക്കുനിയിലുള്ള ഓരോരോ പ്രഗതി കോളേജ്, ജ്യോതി കോളേജ്, പ്രസിഡൻസ് കോളേജ് എന്നൊക്കെ പറയുന്ന പാരലൽ കോളേജ് ഉണ്ടാവും. അവിടെ കോളേജ് ഡേ നടക്കുന്ന സമയത്ത് ഞാൻ പോവും ഈ കേസറ്റും ഒക്കെ ആയിട്ട്. അതിൻ്റെ പിന്നെ കൂടെ പോയിട്ട് മനോരമാശി ഞാനൊരു ഡാൻസ് കളിക്കട്ടെ, അല്ല ഇപ്പോൾ കളിക്കാൻ പറ്റില്ല, ഇവിടെയുള്ള കുട്ടികളുടെ പരിപാടി ഉണ്ട്, പിന്നെ വന്നു. അപ്പം ഞാൻ ഉച്ചയ്ക്ക് സമയമാകുമ്പോൾ പോയിട്ട് ചോദിക്കും, മനോരമാശി ഞാനൊരു ഡാൻസ് കളിക്കട്ടെ. ഓക്കെ, എനിക്ക് ഏത് ഡാൻസാണ് കളിക്കാനുള്ളത്? എനിക്ക് ജുംബ കളിക്കും, മുക്കാല കളിക്കും, ഏത് വേണമെങ്കിലും കളിക്കാമെന്ന്. എന്നിട്ട് ഞാൻ അന്ന് സ്കൂളിൽ ഇവിടെ ഒക്കെ എന്താ പറയുക, കോളേജ് ഡേ ഉണ്ടാവുന്ന സമയത്ത് ഈ ഡ്രസ്സൊക്കെ ബാഗിലാക്കിയിട്ടാണ് പോയിട്ട്, ഈ പീരീഡിൻ്റെ ഇടയ്ക്കാണ് 10 മണിക്ക് വിടുമ്പോൾ പോയി ചോദിക്കുക. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഡാൻസ് കളിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ അവിടെ അത് കളിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഡാൻസ് ഇങ്ങനെ
ഞാൻ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നത്. അപ്പോഴാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരു ഓട്ടംതുള്ളലൊക്കെ എവിടെയോ പോയി പഠിച്ചിട്ടുള്ള വിജയേട്ടൻ എന്നോട് പറഞ്ഞു, സുരഭി നിനക്ക് നല്ല താളമുണ്ട്, ഭാവമുണ്ട്. അവിടെ എന്നെ പുകഴ്ത്തിയിട്ടോ, എന്നെ പറ്റിച്ചു. താളമുണ്ട്, ഭാവമുണ്ട്, നിനക്ക് നല്ല ടൈമിംഗ് ഒക്കെ ഉണ്ട്, അപ്പം നീ ക്ലാസിക്കൽ ഡാൻസുകൾ പഠിക്കണം. എനിക്കറിയില്ല അപ്പം എന്താണ്, ഞാൻ 4ലാണ് പഠിക്കുന്നത്, എന്താണ് ഈ ക്ലാസിക്കൽ ഡാൻസ് എന്നുള്ളത് അറിയില്ല. അപ്പം എന്നോട് പറഞ്ഞു ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അങ്ങനെ ഓട്ടംതുള്ളൽ, ഇതൊക്കെയാണ് നീ പഠിക്കേണ്ടത്. അതൊക്കെ പഠിക്കുമ്പോൾ നീ കുറച്ചും കൂടി നല്ലതാവും. ഈ സിനിമാറ്റിക് ഡാൻസ് ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം, ഇത് പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതെവിടെ പോയി പഠിക്കേണ്ടതെന്നല്ല. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ അവരോട് എന്നെ ചോദിക്കുക എവിടെയാണ് അതുള്ളത്, എന്നിട്ട് ദക്ഷിണയൊക്കെ തരാം, പോയി ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചേളന്നൂർ കലാമണ്ഡലം സത്യവ്രതം മാഷിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അപ്പോഴാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഭരതനാട്യമൊക്കെ പഠിക്കുന്നത്.